ഇന്ത്യയിൽ വരുന്ന വിദേശികൾക്കൊക്കെ തിരികെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങുമ്പോൾ വല്ലാത്ത വിഷമവും സങ്കടവുമൊക്കെയാണ്. പലരും അതുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുമുണ്ട്. അത്തരത്തിൽ ഇന്ത്യയിൽ നിന്നും വിട്ടുപോകുന്നതിന്റെ വിഷമം താങ്ങാനാകുന്നില്ല എന്ന കാര്യം വെളിപ്പെടുത്തി വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് ഒരു UK വ്ളോഗർ. ഓരോ തവണ ഇന്ത്യ സന്ദർശിച്ച് മടങ്ങുമ്പോഴും ഇവിടെയുള്ള സുഹൃത്തുക്കളോട് വിട പറയുക എന്നത് തനിക്ക് ചിന്തിക്കാൻ പോലും ആകാത്തത്ര വേദനയാണെന്നാണ് പ്രമുഖ UK ട്രാവൽ വ്ളോഗർ ഡേവ് ഫ്ലൂ വ്യക്തമാക്കിയത്. അടുത്തിടെ മുംബൈയിൽ നിന്നും യാത്ര തിരിക്കുന്നതിന് തൊട്ടു മുൻപ് റെക്കോർഡ് ചെയ്ത വീഡിയോയിലാണ് ഇന്ത്യയോടുള്ള തന്റെ അഗാധമായ സ്നേഹം പങ്കുവെച്ച് ഡേവ് വികാരാധീനനായത്. മുംബൈയിലെ സാക്കിനാക്കയിലെ തെരുവുകളിലൂടെ നടക്കുന്നതിനിടയിലാണ് ഡേവ് തന്റെ ദുഃഖം ക്യാമറയ്ക്ക് മുന്നിൽ പങ്കുവെച്ചത് വിതുമ്പിയത്. വർഷങ്ങളായി താൻ അത്രമേൽ സ്നേഹിച്ച, ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു രാജ്യത്ത് നിന്നും പടിയിറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ തവണയും എൻ്റെ നെഞ്ച് തകരുന്നു. ലോകത്ത് മറ്റൊരു രാജ്യത്തോടും തോന്നാത്ത അത്രയും വലിയ സ്നേഹവുമാണ് തനിക്ക് ഇന്ത്യയോടുള്ളതെന്നും ഡേവ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ തവണ ഇവിടെ നിന്നും മടങ്ങുമ്പോഴും മാനസികമായി താൻ ഏറെ തളർന്നു പോകാറുണ്ട്. ജീവിതം അതിൻ്റെ വഴിക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും ഇവിടെ നിന്ന് പോവുക എന്നത് ഓരോ തവണയും എൻ്റെ നെഞ്ച് തകർക്കുന്ന കാര്യമാണെന്നും ഡേവ് വീഡിയോയിൽ പറഞ്ഞു. താൻ വീണ്ടും ഇന്ത്യയിലേക്ക് മടങ്ങി വരുമെന്ന് ഉറപ്പു നൽകിയ അദ്ദേഹം ജയ് ഹിന്ദ് എന്ന് വിളിച്ചുകൊണ്ടാണ് വീഡിയോ അവസാനിപ്പിച്ചത്. സമാനമായൊരു കുറിപ്പോടെയാണ് ഈ വീഡിയോ ഇൻസ്റ്റഗ്രാമിലും അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. യാത്ര പറഞ്ഞ് മടങ്ങുകയാണെങ്കിലും തന്റെ യാത്രാ വീഡിയോകൾ തുടർന്നും പ്രേക്ഷകരിലേക്ക് എത്തുമെന്നും അദ്ദേഹം ഫോളോവേഴ്സിന് ഉറപ്പു നൽകി. ഡേവിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇതിനകം തന്നെ ശ്രദ്ധേയമായി കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ വികാരങ്ങളെ പൂർണ്ണമായും ഉൾക്കൊണ്ട് നിരവധി ഇന്ത്യൻ ആരാധകരാണ് സ്നേഹം നിറഞ്ഞ കമന്റുകളുമായി എത്തിയത്. നിങ്ങൾ മടങ്ങി വരുമ്പോൾ ഇരു കൈകളും നീട്ടി സ്വീകരിക്കാൻ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നും ഒരു ഇൻസ്റ്റഗ്രാം ഉപയോക്താവ് കുറിച്ചപ്പോൾ ഇതൊരു ശാശ്വതമായ വിട പറച്ചിലല്ലെന്നും താൽക്കാലികമായ ഒരു യാത്രയയപ്പ് മാത്രമാണെന്നും ഡേവ് ഭാവിയിൽ തീർച്ചയായും ഇന്ത്യയിലേക്ക് മടങ്ങി വരുമെന്നുമാണ് ഭൂരിഭാഗം പേരും കമന്റുകളിലൂടെ പ്രത്യാശ പ്രകടിപ്പിച്ചത്. മാത്രമല്ല, കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ₹1 പോലും കയ്യിലില്ലാതെ ഇന്ത്യയിൽ 24 മണിക്കൂർ ചിലവഴിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷ് സഞ്ചാരിക്ക് പഞ്ചാബിൽ ലഭിച്ച രാജകീയ സ്വീകരണത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു. പണമില്ലാതെ വലഞ്ഞ വിദേശിക്ക് താങ്ങായി മാറിയത് അമൃത്സറിലെ ഒരു തുണിക്കട ഉടമയാണ്. ചായയും ലഘുഭക്ഷണവും നൽകിയത് മുതൽ പഞ്ചാബിന്റെ പരമ്പരാഗത വിഭവങ്ങൾ വരെ വിളമ്പിക്കൊണ്ട് ഈ വ്യാപാരി കാട്ടിയ ആതിഥ്യ മര്യാദ ലോകമെമ്പാടുമുള്ള നെറ്റിസൺസിന്റെ ഹൃദയം കവരുകയായിരുന്നു. ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് ഈ ഹൃദ്യമായ വീഡിയോ പുറത്തു വന്നത്. വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെത്തുന്ന വിദേശിയായ യാത്രികൻ തന്റെ കയ്യിൽ പണമില്ലെന്ന് കടയുടമയോട് പറയുന്നതോടെയാണ് വീഡിയോ ആരംഭിക്കുന്നത്. എന്നാൽ ഇത് കേട്ട് ഒട്ടും മടിക്കാതെ മുഖത്ത് വലിയൊരു പുഞ്ചിരിയോടെ "അതൊരു പ്രശ്നമേ അല്ല സഹോദര, നിങ്ങൾ ഇന്ത്യയിലാണെന്നായിരുന്നു കടക്കാരന്റെ മറുപടി. തുടർന്ന് പണമില്ലാതെ ഒരു ദിവസം മുഴുവൻ ഇന്ത്യയിൽ കഴിച്ചുകൂട്ടുക എന്ന ചാലഞ്ചിന്റെ ഭാഗമായാണ് താൻ വന്നിരിക്കുന്നതെന്ന് യാത്രികൻ വെളിപ്പെടുത്തുന്നു. അദ്ദേഹത്തെ കടയിൽ നിന്നും ഇറക്കി വിടുന്നതിന് പകരം ഏറെ സ്നേഹത്തോടെ വരവേറ്റ കടയുടമ ചായയോ കാപ്പിയോ വേണോ എന്ന് ചോദിച്ചറിയുകയായിരുന്നു. തുടർന്ന് ഇരുവരും കടയുടെ മുകളിലെ ടെറസിലിരുന്ന് ചായയും ബിസ്ക്കറ്റും കഴിച്ച് വിശേഷങ്ങൾ പങ്കുവച്ചു. അമൃത്സറിലെ പ്രശസ്ത സുവർണ ക്ഷേത്രത്തിന് സമീപമുള്ള കടയിലാണ് ഈ സംഭവം നടന്നത്. ടെറസിൽ നിന്നുകൊണ്ട് താഴെ റോഡിലൂടെ പോകുന്ന ആളുകളെ യാത്രികൻ നമസ്കാരമെന്നും പഞ്ചാബി ഭാഷയിൽ "ഇധർ, ഇങ്ങോട്ട് നോക്കൂ" എന്നും വിളിച്ച് അഭിവാദ്യം ചെയ്യുകയും ചെയ്തതും വീഡിയോയിൽ കാണാം. സംഭാഷണത്തിനിടയിൽ ഇന്ത്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന യാത്രികന്റെ ചോദ്യത്തിന് "എല്ലാം" എന്നായിരുന്നു കടക്കാരന്റെ ലളിതമായ മറുപടി. തിരികെ കടയ്ക്കുള്ളിലെത്തിയത് യാത്രികന് പഞ്ചാബിന്റെ പരമ്പരാഗത ഭക്ഷണമായ ചോലെ കുൽച്ചയാണ് വ്യാപാരി വിളമ്പിയത്. ഭക്ഷണം കഴിച്ച ശേഷം "ഇതാണ് ഇന്ത്യയുടെ യഥാർത്ഥ ആതിഥ്യ മര്യാദ" എന്ന് യാത്രികൻ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു. പഞ്ചാബി സംഗീതത്തിനൊപ്പം ഇരുവരും ഒന്നിച്ച് ചുവടുവെക്കുകയും ചെയ്തു. ഒടുവിൽ യാത്ര പറയുന്നതിന് തൊട്ടു മുൻപ് സ്നേഹസൂചകമായി ഒരു സ്കാർഫും കഴുത്തിലണിയിച്ചാണ് വ്യാപാരി വിദേശിയെ യാത്രയാക്കിയത്. ഇന്ത്യയുടെ അതിഥി സൽക്കാര സംസ്കാരത്തെ പ്രകീർത്തിച്ച് നിരവധി ആളുകളാണ് വീഡിയോയ്ക്ക് താഴെ കമന്റുകളുമായി രംഗത്തെത്തുന്നത്. അതിഥികളെ ദൈവത്തെ പോലെ കാണുന്ന "അതിഥി ദേവോ ഭവ" എന്ന ഭാരതീയ സങ്കല്പത്തിന്റെ മനോഹരമായ ഉദാഹരണമാണ് ഈ ദൃശ്യങ്ങളെന്നാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.